എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ കിരീടത്തിന് തൊട്ടടുത്തു വെച്ച് ഫസ്റ്റ് റണ്ണറപ്പായി പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ അനീഷ് ആയിരുന്നു. ടൈറ്റിൽ വിന്നറാകാനുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആ സ്വപ്നം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സീസൺ 7ലെ ഏറ്റവും ശക്തരായ കളിക്കാരിൽ ഒരാളായി തലയുയർത്തി തന്നെ നിന്ന അനീഷിന്റെ വാക്കുകളിൽ നിരാശയേക്കാൾ ഏറെ സംതൃപ്തിയായിരുന്നു നിറഞ്ഞുനിന്നത്. മോഹൻലാലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അനീഷ് തന്റെ യാത്രയെക്കുറിച്ചും പ്രേക്ഷക പിന്തുണയെക്കുറിച്ചും വികാരഭരിതനായി സംസാരിച്ചു. അനീഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആദ്യമേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും വോട്ട് ചെയ്ത എല്ലാവരോടും ഒരു വലിയ നന്ദി പറയുകയാണ്. ഞാൻ ടോപ്പ് 2-ലെത്തിയതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഈ യാത്ര തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു നേട്ടം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ കിരീടം നേടണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. പക്ഷേ ഈ റണ്ണറപ്പ് സ്ഥാനം പോലും എനിക്ക് വലിയൊരു വിജയമാണ്. എന്റെ അടുത്ത സുഹൃത്താണ് അനുമോൾ. ടോപ്പ് 2-ൽ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പോരാട്ടം ശക്തമായി എന്ന് എനിക്കറിയാം. ഞാനൊരു സിനിമാ താരമോ വലിയ സെലിബ്രിറ്റിയോ ആയിട്ടല്ല ഈ വീട്ടിലേക്ക് വന്നത്. ഒരു സാധാരണക്കാരനായിട്ടാണ് വന്നത്. ഒരു കോമണർക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചതിന് ഞാൻ പ്രേക്ഷകരോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അനുമോളിനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അനുമോൾ ഈ കിരീടത്തിന് പൂർണ്ണമായും അർഹയാണ്. ഈ വീട്ടിൽ എന്റെ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. മാനസികമായും ശാരീരികമായും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പല വിഷയങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു. തെറ്റിദ്ധാരണകളുണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ തളർന്നു പോയെങ്കിലും എന്നെ പുറത്തു പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഓർത്ത് ഞാൻ പിടിച്ചുനിന്നു. ടാസ്കുകളിൽ എപ്പോഴും എന്റെ പരമാവധി പ്രകടനം നൽകാൻ ഞാൻ ശ്രമിച്ചു. എന്റെ കളിയിലെ സത്യസന്ധതയും സ്ഥിരതയുമാണ് എന്നെ ടോപ്പ് 2 വരെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് വേദനകൾക്കിടയിലും ഈ വീട് എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങളും സന്തോഷം നൽകുന്ന മനോഹരമായ ഓർമ്മകളും സമ്മാനിച്ചു. അതെല്ലാം എന്റെ ജീവിതത്തിലെ അമൂല്യ സമ്പാദ്യമാണ്. അനീഷ് കൂട്ടിച്ചേർത്തു. കിരീടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ടോപ്പ് 2-ലെത്തിയതിലൂടെ അനീഷ് തന്റെ കഴിവും പ്രേക്ഷക പിന്തുണയും തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞുനിന്ന കായിക മനോഭാവവും അനുമോളിനോടുള്ള സ്നേഹവും ആരാധകരോടുള്ള നന്ദിയും ശ്രദ്ധേയമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഫസ്റ്റ് റണ്ണറപ്പ് എന്ന സ്ഥാനം നേടിയ ശേഷം ജനങ്ങളുടെ മനസ്സിലെ താരമെന്ന അംഗീകാരത്തോടെ അനീഷ് പുതിയ സ്വപ്നങ്ങളുമായി മുന്നോട്ടു കുതിക്കും. ഈ യാത്രയിൽ പിന്തുണച്ച എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് അനീഷ് ബിഗ് ബോസ് സ്റ്റേജിൽ നിന്ന് വിട ചൊല്ലിയപ്പോൾ പിടഞ്ഞത് ഓരോ മലയാളി പ്രേക്ഷകരുടെയും മനസ്സായിരുന്നു. കാരണം മലയാളികൾ ആഗ്രഹിച്ച വിജയം അനീഷിന്റേതായിരുന്നു. എന്നിരുന്നാലും വലിയൊരു ഭാഗ്യമാണ് അനീഷിനെ തേടി ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ ജീവിതവും ഭാവങ്ങളുമായി അനീഷിനെ നമുക്ക് വീണ്ടും കാണാൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസണിൽ അനീഷിന്റെ ഏറ്റവും മികച്ച പ്രകടനം ഏതായിരുന്നു? അതുപോലെ അനീഷ് വിന്നറാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുത്തൻ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.